ഇവിടുത്തെ ഏതെങ്കിലും ഒരു പാർട്ടിയെ വിളിച്ചോ, സർവകക്ഷി യോഗം വിളിച്ചോ, ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചോ, കാര്യം സംസാരിച്ചോ? ഒന്നുമില്ലല്ലോ. എന്താണ്ടായോ? 1-2 പെണ്ണുങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് രാത്രി 3:30 മണിക്കാണോ നവോത്ഥാനം ഉണ്ടാക്കുന്നത്? ഭൂരിപക്ഷ ഹിതം അനുസരിച്ച് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാവണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ? ഇല്ല. അത് സമ്മതിക്കാത്തത് ഹിന്ദു രാഷ്ട്രമാവാൻ പാടില്ല. എന്തുകൊണ്ടാ പാടില്ലാത്തത്? ഒരു ഗുണകരമായ കാര്യമായിട്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അമൃതാനന്ദമായി 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ജീവിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകളിലൂടെ ഉണ്ട്. ഭൂരിപക്ഷവാദമല്ല ജനാധിപത്യം, അതിന്റെ മൂല്യങ്ങളുണ്ട്. മേൽജാതി എന്ന് വിചാരിക്കുന്ന കൂട്ടർ മാത്രമാണ് ഇപ്പം നാരായണൻ നമ്പൂതിരി, നാരായണൻ നായർ എന്ന് പറഞ്ഞ മാതിരി നാരായണൻ ഈഴവെന്ന് പറയില്ലല്ലോ, നാരായണ പുല എന്ന് പറയില്ല. പക്ഷേ മതം മാറി ചാക്കോ ആയാൽ അയാളെ ചാക്കോ പുല എന്ന് പറയും. കണ്ടോ? കാരണം അയാൾ താഴെയാണെന്ന് കാണിക്കാനാ. 10-12 വയസ്സുള്ള സമയത്ത് കെട്ടിച്ചാൽ പെണ്ണുങ്ങളെ പിന്നെ ഒന്നിനും പറ്റില്ല. പിന്നെ 8-10 പെണ്ണുങ്ങൾ മക്കളുണ്ടായാലും പെണ്ണുങ്ങൾ ഒരു പണിക്കും പോകില്ല. വിദ്യ അഭ്യസിക്കാനോ, സിനിമ ഉണ്ടാക്കാനോ, സിനിമയിൽ അഭിനയിക്കാനോ, ഇലക്ഷൻ മത്സരിക്കാനോ, ശാസ്ത്രത്തിൽ ഗവേഷണം നടത്താനോ, അധ്യാപനത്തിനോ, ബാങ്ക് ജോലിക്കോ ഒന്നിനും പോവില്ല. കാരശ്ശേരി മാഷാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് നേരിട്ട് മാഷോട് സംസാരിച്ച് തുടങ്ങുകയാണ്. ഒരു മതേതര സമൂഹത്തിൻ്റെ സൃഷ്ടിയിലേക്ക് നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടും വിധം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് മാഷക്കൊരു ആക്ഷേപമുണ്ടെന്നാണ് മാഷ സംസാരിക്കുന്നതെന്ന് ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസം കോഴിക്കോട് പ്രസംഗിച്ചതടക്കമുള്ള കാര്യങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എനിക്ക് മാഷോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഭരണഘടന മതേതരത്വം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉള്ളതുപോലെ മതവിരുദ്ധമോ മതരഹിതമായൊരു മതേതരത്വത്തിനെ അല്ല, മറിച്ച് എല്ലാ മതങ്ങൾക്കും തുല്യമായ പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുക, അതിൻ്റെ ആദർശാധിഷ്ഠിതമായ വിഷയങ്ങളിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഒരു മൗലിക അവകാശമായി പരിഗണിക്കുന്ന വലിയൊരളവിൽ മതത്തിൻ്റെ നിലനിൽപ്പിനെ അനുഗുണമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്രമാത്രം ഒരു മതേതര സമൂഹ സൃഷ്ടിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നാണ് മാഷ് കരുതുന്നത്? അതിൻ്റെ പ്രായോഗിക മാർഗങ്ങൾ എന്താണെന്നാണ് മാഷ് കരുതുന്നത്? നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് നമ്മുടെ ഭരണഘടന മതങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുമ്പം തന്നെ മത ആചാരങ്ങളിൽ ജനാധിപത്യ വിരുദ്ധമായ എല്ലാത്തിനെയും നിരാകരിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം, സതി ഒരു മതാചാര, അത് അനുവദിക്കുന്നില്ല. അയിത്തം ഒരു മതാചാര, അത് അനുവദിക്കുന്നില്ല. നരബലി ഒരു മതാചാര, അത് അനുവദിക്കുന്നില്ല. ബഹുഭർത്തൃത്വം, ബഹുഭാര്യത്വം, അങ്ങനെ അനവധി കാര്യങ്ങൾ. സ്ത്രീകൾക്ക് വിദ്യ അഭ്യസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ശൂദ്രന് വിദ്യ അഭ്യസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ശൂദ്രൻ വഴി നടക്കാൻ പാടില്ല, തുടങ്ങിയുള്ള എത്രയോ കാര്യങ്ങൾ മതാചാരങ്ങളെ ലംഘിച്ചിട്ടുണ്ട്. ആ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അത് മതേതരമാവുന്നത്. നിങ്ങൾ കാലത്തിനും ദേശത്തിനും അനുസരിച്ച്, പൗരാവകാശങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന മട്ടിൽ നിങ്ങൾ നിങ്ങളുടെ മതാചാരങ്ങളെ, ജാത്യാചാരങ്ങളെ, നാട്ടു നടപ്പുകളെ പരിഷ്കരിക്കണം. ഇപ്പോൾ സ്ത്രീ വിദ്യ അഭ്യസിക്കാൻ പാടില്ല എന്നുള്ളത്, ഇപ്പോൾ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ബ്രാഹ്മണന്മാരുടെ ഇടയ്ക്ക് അതൊരാചാരമായിരുന്നു, മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് അതൊരാചാരമായിരുന്നു. ഇന്നിപ്പോൾ അതില്ലല്ലോ. ഇപ്പോൾ സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് ഒരു മതം അംഗീകരിക്കുന്നതല്ല. സ്ത്രീ പുരുഷ സമത്വം എന്നുണ്ടോ ഹിന്ദു മതത്തിൽ, അല്ലെ ഇസ്ലാം മതത്തിൽ, അല്ലെ സിഖ് മതത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അത് നമ്മുടെ ഭരണഘടന കൊണ്ടുവരുന്നൊരു മൂല്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മാറണം. ഇപ്പം ഞാൻ വേറെ ഉദാഹരണം പറയാം. ഇന്ത്യയിലോ പുറത്തോ ഉള്ള ഒരു മതവും ഇത്രാമത്തെ വയസ്സിലെ പെൺകുട്ടിയെ കെട്ടിക്കാൻ പാടുള്ളൂ, അല്ല ഇത്രാമത്തെ വയസ്സിലെ ആൺകുട്ടി കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് നിയമം വെച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. 1929 ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ ശാരദ ആക്ട് വന്നു. എന്താ ശാരദ ആക്ട് പറഞ്ഞത്? ഒരു പെൺകുട്ടിയെ കെട്ടിക്കണമെങ്കിൽ 14 വയസ്സാവണം. സംഘടിതമായി ഇന്ത്യയിലെ സ്ത്രീകൾ നേടിയ ആദ്യത്തെ അവകാശമാണത്. 1955-56 കാലത്ത് ജവഹർലാൽ നെഹ്റു പാസ്സാക്കിയ ഹിന്ദു കോഡ് ബില്ല് അംബേദ്കറെ തയ്യാറാക്കിയത്. അതിൽ പറഞ്ഞു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ 16 വയസ്സാവണം. 1978 ഇന്ത്യൻ പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ പാസ്സാക്കിയത് ജാതി മതമൊന്നും നോക്കണ്ട, ഏത് പെൺകുട്ടിയെ ഇന്ത്യയിൽ കെട്ടിക്കണമെങ്കിൽ 18 വയസ്സാവണം. കണ്ടോ? ഇതാ മതേതരത്വം എന്ന് പറഞ്ഞത്. അതായത് കാലത്തിനും ദേശത്തിനും. ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ത്രീവിരുദ്ധമായ ഒരു ഏർപ്പാട്
എന്തായിരുന്നു? ശൈശവ വിവാഹമായിരുന്നു. 4 വയസ്സ് 5 വയസ്സ് ഉള്ളപ്പോൾ കെട്ടിക്കുകയാണ്. ഗാന്ധി കല്യാണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് 13 വയസ്സാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും 13 വയസ്സാണ്. 4 മാസം അവർ മൂത്തതാണ്. അംബേദ്കർ കല്യാണം കഴിക്കുമ്പോൾ രമാബായിക്ക് 9 വയസ്സാണ്. അടിച്ചു നോക്കൂ. അപ്പൊ അവിടുന്നാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. അപ്പോ ഇതിപ്പോ ആദ്യം മുസ്ലിങ്ങൾ അതിനെ എതിർക്കും. 18 വയസ്സായി, അതുകൊണ്ട് അതുവരെ കെട്ടിക്കാൻ പാടുന്നത് ശരിയല്ല. കാരണം അവരുടെ മതാചാരം അനുസരിച്ച് ഋതുമതി ആയാൽ, വയസ്സറിയിച്ചാൽ, പെണ്ണായാൽ കെട്ടിക്കാമെന്നാണ്. അത് നടക്കില്ല. ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ വിവാഹമോചനം ഇല്ല, ഇന്ത്യയിലുണ്ട്. നിങ്ങൾക്ക് കോടതി പോയ വിവാഹമോചനം കിട്ടും. മനസ്സിലായോ? അപ്പൊ എന്താണ്? കാലത്തിനും ദേശത്തിനും അനുസരിച്ച് മതാചാരങ്ങൾ പരിഷ്കരിച്ച് സംസ്കരിച്ച് മുന്നോട്ട് പോവാം. അതിനെയാണ് മതേതരത്വം എന്ന് പറയാം. സെക്യുലറിസം എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് നൈദർ റിലീജിയസ് നോർ ഇറിലീജിയസ് നോർ ആന്റി റിലീജിയസ്. അത് മതാധിഷ്ഠിതമല്ല, മതാതീതമല്ല, മതവിരുദ്ധമല്ല. വളരെ സങ്കീർണമാണത്. അപ്പോ നമ്മളിപ്പോ രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. അയിത്തജാതിക്കാർക്ക് വൈക്കത്തെ ശിവക്ഷേത്രത്തിന്റെ മുമ്പിലൂടെ വഴി നടക്കാൻ പാടില്ല. ഇതിനെതിരായിട്ട് സമരം വരുന്നു 24-25 കാലത്ത്, വൈക്കം സത്യാഗ്രഹം. ആ സമരം വിജയിച്ചല്ലോ. 1931-32 സമരം വരുന്നു, ഗുരുവായൂർ സത്യാഗ്രഹം. എന്താണ്? എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രപ്രവേശനം വേണം. അത് നിയമം വന്നല്ലോ 1936 നവംബർ 12-ാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരം വന്നു. ഇത് രണ്ടും രാജാധിപത്യത്തിന്റെ കാലത്താണെന്ന് ആലോചിക്കുക. രാജാധിപത്യമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ കാര്യം എന്താണ്? ഗുരുവായൂർ ക്ഷേത്രത്തിന് ഉടമയാരാ? സാമൂരിപ്പാടാണ്. വൈക്കം സത്യാഗ്രഹം വിജയിപ്പിക്കുന്ന ആരാണ്? തിരുവിതാംകൂർ മഹാരാജാവാണ്. പക്ഷെ അന്നൊരു കാര്യമുണ്ട്. അങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിച്ചാൽ തിരുവിതാംകൂർ രാജാവിന് അധികാരം നഷ്ടം വരില്ല. അദ്ദേഹം രാജാവാണ്. നേരെ മറിച്ച് ഇപ്പോ 2018 സുപ്രീം കോടതി പറഞ്ഞു ശബരിമലയിൽ അയിത്തം പാലിക്കാൻ പാടില്ല, യുവതികൾ പ്രവേശിക്കാൻ പാടില്ല. എന്താ അർത്ഥം? അയിത്തമാണത്. ഋതുമതിയായ സ്ത്രീ അവൾ അശുദ്ധയാണെന്നാ. അശുദ്ധം എന്നുള്ള വാക്കുന്ന അയിത്തം ഉണ്ടാവണത്. നടപ്പായില്ലല്ലോ. ഇപ്പൊ അവര് പറയാണ് എന്ത്? ആചാര സംരക്ഷണമാണ് നവോത്ഥാനം. ആരാ പറഞ്ഞ? BJP-കാർ പറയുന്നു, കോൺഗ്രസ്സുകാർ പറയുന്നു, CPM-കാരും പറയുന്നു. ആചാര സംരക്ഷണമാണ്. ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അയ്യപ്പനെ സംരക്ഷിക്കലാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. അപ്പോൾ അതിനെതിരായിട്ട് പിന്നെ അവിടെ സ്വർണ്ണ കൊള്ള ചെയ്ത് തെറ്റ് തന്നെയാണ്, ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനെതിരായിട്ട് അപ്പോഴും അയ്യപ്പനാണ് പ്രശ്നം. ഇവിടുത്തെ ചൂരൽമലയിൽ മുണ്ടക്കയിൽ വീടുണ്ടായോ? വയനാട്ടിൽ ആദിവാസികളുടെ സ്ഥിതി എന്താണ്? അവിടുത്തെ കുടിയേറ്റക്കാരുടെ സ്ഥിതി എന്താണ്? അവർ ഉൾപ്പൊട്ടിയതിന് എന്താ പരിഹാരം ഉണ്ടായത്? ഹൈ റേഞ്ചിലും ഇടുക്കിയിലൊക്കെ മൂന്നാറിലൊക്കെയുള്ള ആദിവാസികളുടെ തൊഴിലാളികളുടെ സ്ഥിതി എന്താണ്? ഇവിടുത്തെ ദളിതരുടെ സ്ഥിതി എന്താണ്? ഇവിടുത്തെ സ്ത്രീ സുരക്ഷയുടെ സ്ഥിതി എന്താണ്? ഇതൊന്നുമല്ല പ്രശ്നം. പ്രശ്നം അയ്യപ്പനാണ്. കണ്ടോ? അപ്പോൾ രാജാക്കന്മാർക്ക് പേടിയില്ല പ്രജകളെ. ഈ ജനങ്ങളെ പേടിയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക്. ഇപ്പോൾ ആചാര ലംഘനമാണ് നവോത്ഥാനം എന്ന് ഇന്ത്യയെ പഠിപ്പിച്ചാരാ? പ്രധാനമായും ഗാന്ധിയാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. അതിൻ്റെ തെളിവാണ് ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും ഒക്കെ. എത്ര സത്യാഗ്രഹങ്ങൾ. അപ്പോൾ ഇപ്പോൾ നേരെ തിരിച്ചിട്ടിരിക്കുക. സമാധാനപരമായ യുദ്ധം എന്ന് ബഷീർ തമാശ പറയും. എന്ന മാതിരി ആചാര സംരക്ഷണമാണ് നവോത്ഥാനം. അപ്പം ഇതെന്താണ്? ഇത് റിവൈവലിസ് ആണ്, പുനരുദ്ധാരണമാണ്. അതിനെയാണ് ഒരു നവോത്ഥാനം എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. 1400 കൊല്ലം മുമ്പ് ജീവിച്ച ആളാണ് മുഹമ്മദ് നബി. അദ്ദേഹത്തിന്റെ തലമുടി പ്രതിഷ്ഠിക്കുന്ന പള്ളി കേരളത്തിലുണ്ടായത് ഇപ്പോഴാണ്. ആ പള്ളി അനാചാരം, അന്ധവിശ്വാസം, ദുരാചാരം ഉണ്ടാക്കും എന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും പാർട്ടി ഉണ്ടോ കേരളത്തിൽ? പക്ഷെ അവർ അങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ, ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ സ്ത്രീകളെ അവിടെ കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയതാണ്. ആ വിധിക്ക് അനുഗുണമായിട്ട് നടപ്പാക്കാൻ വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തിയതാണ്. അത് ഇവിടുത്തെ സാമൂഹ്യ സന്തുലിതാവസ്ഥയെ തകർക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ ഇടപെടാതിരിക്കുകയല്ലേ ഭംഗി? അല്ല, ഞാൻ പറഞ്ഞ ഒന്ന്, ആ ചെയ്തത് തെറ്റാ. സുപ്രീം കോടതി വിധി വരുമ്പോൾ ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, അതിന് 2 കൊല്ലം മുമ്പ് 2016 ബോംബെ ഹൈക്കോടതിയിൽ കേസ് വന്നു. എന്താണ്? മഹാരാഷ്ട്രയിലെ ശനിദേവന്റെ അമ്പലത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അത് കൊടുക്കണമെന്ന് ബോംബെ ഹൈക്കോടതി പറഞ്ഞു. അത് കൊടുത്തു. 3 മാസം കഴിഞ്ഞിട്ട് അവിടെ ഹാജി അലി ദർഗയിൽ പെണ്ണുങ്ങൾ പ്രവേശനമില്ല എന്ന് പറഞ്ഞു. അത് കൊടുക്കണമെന്ന് ബോംബെ ഹൈക്കോടതി പറഞ്ഞു. അത് കൊടുത്തു. ആരാ കൊടുത്തത്? ഫട്നാവിസ്, മുഖ്യമന്ത്രി ഫട്നാവിസ്. ആരാ? BJP-കാരനാണ്. അദ്ദേഹത്തിന്റെ അന്നത്തെ അലി സഖ്യകക്ഷി ആരാണ്? ശിവസേനയാണ്. അവിടെ കൊടുത്തു ബോംബെ ഹൈക്കോടതി. ഇത് സുപ്രീം കോർട്ട് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല. അന്ന് പിണറായി വിജയൻ ചെയ്ത അബദ്ധം എന്താണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ ചെയ്തത്?
സുപ്രീം കോടതി ഒരു പറയണം, ഞങ്ങൾക്ക് എല്ലാവരെയും വിളിച്ചത് സംസാരിക്കണം, ഒരു അഭിപ്രായ സമന്വയം കോൺസെൻസസ് ഉണ്ടാക്കണം, അതിന് കുറച്ച് സമയം വേണമെന്ന് കോടതിയോട് പറയണം. പറഞ്ഞോ? ഇല്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു പാർട്ടിയെ വിളിച്ചോ, സർവകക്ഷി യോഗം വിളിച്ചോ, ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചോ, കാര്യം സംസാരിച്ചോ? ഒന്നുമില്ലല്ലോ. എന്താണ്ടായോ? 1-2 പെണ്ണുങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് രാത്രി 3:30 മണിക്കാണോ നവോത്ഥാനം ഉണ്ടാക്കുന്നത്? എന്ത് പരിഹാസ്യമാണ് അതൊക്കെ? അങ്ങനെയാണോ ഒരു സാമൂഹ്യ പരിഷ്കരണം ഉണ്ടാക്കല്? അറിഞ്ഞൂടാ അത്. ഇപ്പൊ പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്ന പണി തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ വിളിക്കണ്ടേ, പ്രതിപക്ഷ കക്ഷികളെ മുഴുവൻ വിളിക്കണ്ടേ? അപ്പൊ സന്തുലിതാവസ്ഥ നമുക്ക് മുന്നോട്ട് പോകണല്ലോ. ഇപ്പൊ പെണ്ണുങ്ങൾ വിദ്യാഭ്യസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ? അല്ലെ വഴി നടക്കുമ്പോൾ അയിത്തം പാലിക്കണം അംഗീകരിക്കാൻ പറ്റൂ? ഇല്ലല്ലോ. ഇതൊക്കെ നമ്മൾ കളഞ്ഞില്ലേ? അപ്പൊ അത് നടപ്പാക്കുന്ന രീതി അറിഞ്ഞൂടാ. ഇപ്പൊ എന്താണ് ഉണ്ടായത്? ഇപ്പൊ ആർക്കും അന്ന് എന്തൊരു ബഹളമായിരുന്നു, എല്ലാവരും സ്വാഗതം ചെയ്ത വിധിയായിരുന്നത്. പക്ഷെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ BJP ആയിന്ന് മാറി, അടുത്ത ആഴ്ച കോൺഗ്രസ് മാറി, ഏതാനും മാസം കഴിഞ്ഞപ്പോൾ CPM മാറി. തീർന്നല്ലോ. അല്ല പക്ഷെ അപ്പോഴും ഈ ഭൂരിപക്ഷ ഹിതം അത് നടപ്പാക്കുന്നതിന് എതിരാവുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം. ഭൂരിപക്ഷ ഹിതം എന്നിപ്പോ ഞാൻ ചോദിക്കുന്നത്, ഭൂരിപക്ഷ ഹിതം അനുസരിച്ച് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാവണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കൂ? ഇല്ല. അത് സമ്മതിക്കാത്ത ഹിന്ദു രാഷ്ട്രമാവാൻ പാടില്ല. എന്തുകൊണ്ടാ പാടില്ലാത്ത? ഒരു ഗുണകരമായ കാര്യമായിട്ട് ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അതായത് ഞാൻ പറഞ്ഞത്, ഇപ്പോ ഇവിടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശരിയാണെന്ന് നയിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർ കേരളത്തിലില്ലേ? ഉണ്ട്. ഇപ്പൊ മഹാരാഷ്ട്രയിൽ ദാബോൽക്കർ സമരം ചെയ്യുന്നു. എന്തിനാണ്? അനാചാര വിരുദ്ധ ബില്ല് വേണമെന്ന് പറഞ്ഞിട്ട്. അവിടെ ബില്ല് വന്നു. അദ്ദേഹം മരിച്ചിട്ടാണ്. അദ്ദേഹത്തെ കൊന്നു. ഒരു ഹിന്ദു മതമൗലികവാദികൾ അദ്ദേഹത്തെ കൊന്നു. പക്ഷെ ആ ബില്ല് വന്നു. കേരളത്തിൽ എന്താ വരാത്തെ? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇപ്പോ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക്, ഹിന്ദുക്കളുടെ ഇടയ്ക്ക്, ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഒക്കെ അന്ധവിശ്വാസങ്ങൾ പോയതൊക്കെ മടങ്ങി വന്നു. പുതിയ പലതും ഉണ്ടാവുകയാണ് അല്ലേ? പോട്ടാ ധ്യാന കേന്ദ്രം, അല്ലെ അമൃതാനന്ദമയി കേന്ദ്രം, അല്ലെങ്കിൽ എന്താണ് എന്താ മാസികയുടെ പത്രത്തിന്റെ പേര്? കൃപാസനം. ആ കൃപാസനം കൊണ്ട് തല പൊതിഞ്ഞാൽ ക്യാൻസർ മാറുന്ന വിശ്വസിക്കുന്ന ആളുകളോടുണ്ട്. അമൃതാനന്ദമയി 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ജീവിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകളോടുണ്ട്. ഇപ്പൊ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഇപ്പൊ പ്രചരിക്കുന്ന ഒരു അന്ധവിശ്വാസം, CM വലിയുല്ലാഹി എന്ന് പറഞ്ഞിട്ടൊരു സിദ്ധനുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമാണ് ലോകം ഭരിക്കുന്നതാണ് ഇപ്പൊ അവർ പറയുന്നത്. ഇതൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന മാതിരി അവരുടെ മതപാഠശാലയെ പഠിപ്പിക്കുകയാണ്. അത് പക്ഷേ വ്യക്തിനിഷ്ഠമല്ലേ? പക്ഷെ നമുക്ക് അതിൽ ഇടപെടുന്നതിന് പരിമിതികളില്ലേ? ഇപ്പം അങ്ങനെ പിന്നെ നിങ്ങൾ എങ്ങനെ അയിത്തം ശരിയല്ല എന്ന് പറയാം? നിങ്ങൾ ഈ പറയുന്ന ന്യായം അനുസരിച്ച് അയിത്തം മനുഷ്യത്വ വിരുദ്ധ നിങ്ങൾ എങ്ങനെ പറയും? അന്ന് ഗാന്ധി ചോദിച്ചപ്പോ ഇണ്ടന്തുരുത്തി മനക്കലെ നമ്പ്യാതിരി പറഞ്ഞ അതാണല്ലോ, അത് എന്റെ മതത്തിനെതിരാണെന്ന്. അങ്ങനെ മതമുണ്ടോ എന്നാണ് ഗാന്ധി ചോദിക്കുന്നത്. അപ്പൊ അയിത്തം ശരിയാണ് നിങ്ങൾ ഈ പറയുന്നത് ഈ കണക്കനുസരിച്ച്. അല്ലെങ്കിൽ സംബന്ധം ശരിയാണ്, അല്ലെ സ്ത്രീ വിരുദ്ധത ശരിയാണ്, അല്ലെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ സ്ത്രീ താഴെയാണ്, സ്ത്രീ താഴെയല്ല സ്ത്രീ ഒപ്പമാണ് എന്ന് പറയുന്നതിനാണ് ജനാധിപത്യം എന്ന് പറയാ. ഇന്ത്യയിൽ ഏതെങ്കിലും ആൾക്ക് വിചാരമുണ്ടോ സ്ത്രീ ഒപ്പമാണ്? എത്ര ന്യൂനപക്ഷത്തിന് വിചാരമുണ്ടോ? ഭരണഘടനാ മൂല്യങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അതല്ലേ സുപ്രീം കോടതി പറഞ്ഞത്? ഭരണഘടന പറയുന്ന സ്ത്രീ പുരുഷ സമത്വത്തിനെതിരാണ് ശബരിമലയിലെ അയിത്താചരണം. അയിത്തെന്ന് അവർ പറഞ്ഞിട്ടില്ല, അവർ പറഞ്ഞത് യുവതികളെ പ്രവേശിപ്പിക്കാത്തത്. ഞാൻ പറയാം അയിത്താചരണം. അതാണല്ലോ. ഒരു ഋതുമതിയായ പെണ്ണിന് എന്താ പ്രശ്നം? അവള് സ്ത്രീ തന്നെയല്ലേ? അവള് യുവതി. അവൾക്ക് 10 വയസ്സ് വരെ അവിടെ പോവാം, 50 വയസ്സ് കഴിഞ്ഞാലും പോവാമെന്നാണ്. അപ്പൊ ഇതൊക്കെ അന്ധവിശ്വാസവും അനാചാരവുമാണ്. അങ്ങനെ നമ്മൾ എന്തെല്ലാം നമ്മൾ ലംഘിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് എന്തായിരുന്നു പ്രശ്നം? വൈക്കം എന്തായിരുന്നു? രാജാക്കന്മാരുടെ കാലത്ത് നടപ്പാക്കിയത് ജനാധിപത്യത്തിന്റെ കാലത്ത് നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ള നമ്മുടെ ഒരു പരിമിതി, നമ്മുടെ ഒരു കൊള്ളരുതായ്മ, നമ്മുടെ ഒരു പിന്തിരിപ്പൻ സ്വഭാവം ദയവായി നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ പറയുന്നത്. മാഷയുടെ വിശ്വാസത്തിൽ ഇത് സർക്കാരിന്റെ ഒരു നിയമനിർമ്മാണത്തിലൂടെ സർക്കാർ മറികടക്കേണ്ട കാര്യങ്ങളാണ് എന്നാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ജവഹർലാൽ നെഹ്റു വരുമ്പോൾ അദ്ദേഹത്തിന് നേരിടാണ്ടായിരുന്ന ഒരു പ്രശ്നം, ആണിനും പെണ്ണിനും ഒരുപോലെ വോട്ടവകാശം കൊടുക്കാൻ പാടുണ്ടോ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. അദ്ദേഹമാണ് പ്രായപൂർത്തി വോട്ടവകാശം. ആണായാലും പെണ്ണായാലും, ഇപ്പൊ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ ആയാലും 21 വയസ്സ് കഴിഞ്ഞാൽ, ഇപ്പോഴാണ് 18 വയസ്സ് കഴിഞ്ഞാൽ വോട്ടവകാശമുണ്ട്. വിദ്യാഭ്യാസം ഉണ്ടാവട്ടെ അല്ലാതിരിക്കട്ടെ, പണം ഉണ്ടാവട്ടെ അല്ലാതിരിക്കട്ടെ, നികുതി അടക്കാതിരിക്കട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. അപ്പൊ മനുഷ്യന്റെ അന്തസ്സുള്ള പ്രശ്നം, മനുഷ്യന്റെ അന്തസ്സാണ് ഏറ്റവും അടിസ്ഥാനം. അപ്പൊ ആ അന്തസ്സിൽ പെട്ടാണ് ഇപ്പോ നിങ്ങൾ ഇന്ന ജോലി ഒരു മഹത്തായ ജോലിയാണ്, ഇന്ന ജോലി നീചമായ, ഇപ്പൊ ക്ഷൗരവൃത്തി വളരെ മോശമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കൊള്ളൂല. ഞാൻ ഒരു ഉദാഹരണം പറയാം. അങ്ങനെ എത്രയോ ജോലികൾ, ഇപ്പൊ കല്ലാശാരിയാണ്, അല്ലെ മരാശാരിയാണ്, അല്ലെ തട്ടാനാണ്, എന്തെല്ലാം പണികളുണ്ട്. ഈ പണികളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ തല ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ പണി ഒരു മഹത്തായ പണിയും, നിങ്ങളുടെ തലമുടി വെട്ടി വൃത്തിയാക്കുന്ന ബാർബറുടെ പണി ഒരു മോശം പണിയാണെന്നൊരു ധാരണ ഉണ്ടല്ലോ. ഈ ധാരണക്ക് മനുഷ്യരോട് പറയാൻ കൊള്ളൂല. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം.
ഇപ്പോൾ ജാത്യാചാരങ്ങളിലൂടെ പലതും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ ഹിന്ദുക്കളുടെ പാരമ്പര്യമാണല്ലോ ജാതി. ക്രിസ്ത്യാനിറ്റിയിൽ ജാതി ഉണ്ടോ? ഇല്ല. ഇസ്ലാമിലുണ്ടോ? ഇല്ല. പക്ഷേ ഇന്ത്യയിലുണ്ട്. ഇപ്പൊ കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ പൂസ്ലാൻ എന്നൊരു വിഭാഗമുണ്ട്. നിങ്ങൾ അറിയുമെന്ന് ഞാൻ അറിയില്ല. അതായത് മുക്കുവന്മാരായ മുസ്ലിങ്ങൾ മുഴുവൻ വിളിക്കുക പൂസ്ലാൻ എന്നാ. പൂസ്ലാൻ എന്ന് പറഞ്ഞാൽ പുതിയ ഇസ്ലാം. ഇത് ഇവരുടെ വാപ്പയൊക്കെ മതം മാറിയിട്ട് നൂറ്റാണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇവർ മുക്കുവന്മാരായതുകൊണ്ട് പൂസ്ലാൻ എന്ന് പറയും. നിങ്ങളുടെ കൂടെ അവർ ഊണ് കഴിക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് അവരുടെ മക്കളെ കെട്ടാൻ പറ്റില്ല. തിരിച്ച് നിങ്ങളെ മക്കളെ അവർക്ക് കെട്ടിച്ചു കൊടുക്കില്ല. ഒന്നുമില്ല. അവർ രണ്ടാം കടയാ. അമ്പട്ടാൻ താണ ജാതിയാന്ന. ഇതുപോലെ ഇപ്പോൾ അവശ ക്രിസ്ത്യാനി എന്നൊരു വിഭാഗമുണ്ട്. എന്താ എങ്ങനെ ഉണ്ടാവുന്നത്? മേൽജാതി എന്ന് വിചാരിക്കുന്ന കൂട്ടർ മാത്രമാണ് ഇപ്പം നാരായണൻ നമ്പൂതിരി, നാരായണൻ നായർ എന്ന് പറഞ്ഞ മാതിരി നാരായണൻ ഈഴവൻ എന്ന് പറയില്ലല്ലോ, നാരായണ പുല എന്ന് പറയില്ല. പക്ഷേ മതം മാറി ചാക്കോ ആയാൽ അയാളെ ചാക്കോ പുല എന്ന് പറയും. കണ്ടോ? കാരണം അയാൾ താഴെയാണെന്ന് കാണിക്കാനാ. സുറിയാനി ക്രിസ്ത്യാനി മേലെയാണ്, അവനൊക്കെ നമ്പൂതിരി മതം മാറിയതാണ്. മറ്റേതൊക്കെ ഇപ്പൊ മാപ്പിളവരുടെ ഒരു ചൊല്ലുണ്ട്, അവനൊക്കെ ചെറുമൻ തൊപ്പിട്ടാന്ന് പറയും. ചെറുമൻ തൊപ്പിട്ട മോശമാണെന്നാണ്. ഇവിടുത്തെ മാപ്പിളമാരധികം ചെറുമൻ തൊപ്പിട്ടതാ, സംശയമൊന്നുമില്ല. അത് കണ്ടാ അറിയാം, ആളെ കണ്ടാ അറിയാം. ഇപ്പം എന്നെ കണ്ടാലും അറിയാം ചെറുമൻ തൊപ്പിട്ടതിൻ്റെ ബാക്കിയാണ് ഞാൻ. കാരണം ശരീരപ്രകൃതി, നിറം, സമ്പ്രദായങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ജാതിനിഷ്ഠമായ വിവേചനം, അത് ആ തരത്തിലുള്ള വർണ്ണാഭരണ ഭേദം, ആ തരത്തിലുള്ള സാമൂഹ്യമായ നിലവാരം നിശ്ചയിക്കൽ, ഇതൊക്കെ ചീത്തയാണ്. അതൊക്കെ ഭൂരിപക്ഷ ആൾ അംഗീകരിക്കുന്നു. ഇപ്പോൾ കൃപാസനം ശരിയാണെന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം പറഞ്ഞാൽ ശരിയാവില്ല. ഭൂരിപക്ഷവാദമല്ല ജനാധിപത്യം. അതിൻ്റെ മൂല്യങ്ങളുണ്ട്. ഇപ്പം എല്ലാ തരത്തിലുള്ള തൊഴിലും മഹത്താണ്. തൊഴിൽ ചെയ്യാതെ ഭക്ഷണം കഴിക്കുന്നതാണ് മോശം. ഇപ്പോൾ ബ്രാഹ്മണൻ അല്ലെങ്കിൽ പുരോഹിതൻ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഇടയ്ക്ക് മാത്രമല്ല, ഇപ്പം തങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പുരോഹിതനാണ്, ബ്രാഹ്മണനാണ്. ഇപ്പം തങ്ങൾ നിങ്ങളുടെ മാള് കെട്ടും, തങ്ങളുടെ മാള് നിങ്ങൾക്ക് കെട്ടാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പം അത് പ്രവാചകന്റെ കുടുംബമാണ്. അങ്ങനെ പല വാദങ്ങളുണ്ടാവും. അപ്പം ഈ തരത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കും മുസ്ലിങ്ങളുടെ ഇടയ്ക്കും വ്യാപകമായി ഹിന്ദുക്കളുടെ ഇടയ്ക്കും ഒരുപാട് ജാതിനിഷ്ഠമായ ജാതികൃതമായ പലതരത്തിലുള്ള വിവേചനങ്ങളും അന്യായങ്ങളുണ്ട്. ഇതൊന്നും ഭൂരിപക്ഷത്തിന്റെ അനിഷ്ടം പേറാൻ വയ്യാന്ന് നമുക്ക് ഇല്ലാതാക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. ഭൂരിപക്ഷം എന്ത് വിചാരിച്ചാൽ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം ഭൂരിപക്ഷത്തിൻ്റെ. പിന്നെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. 69-70 കാലത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ കുടുംബാസൂത്രണത്തിൻ്റെ പ്രചാരവേല നടന്നത്. അന്ന് അതിൻ്റെ പ്രചാരവേലയ്ക്ക് വേണ്ടി ഒരു സിനിമ ഉണ്ടായിരുന്നു, ഉള്ളത് മതി എന്ന് പറഞ്ഞു. അത് നികുതി വേണ്ടാന്ന് വെച്ചു ഗവൺമെൻറ്. അതുകൊണ്ട് ധാരാളം ആൾ കണ്ടു, ചെറിയ പൈസ എന്ന് സിനിമ കാണാണ്ടായിരുന്നു. അന്ന് സന്താന നിയന്ത്രണത്തിന് മുസ്ലിങ്ങളെതിരാ, ക്രിസ്ത്യാനികളെതിരാ. ഇപ്പം ആർക്കും എതിർപ്പുണ്ടോ? ഇല്ല. അവിടെ പോയി 50 കൊല്ലം കൊണ്ട് ഇത് മുഴുവൻ തീർന്നു. ഇപ്പം അങ്ങനെ പറഞ്ഞു തന്നെ ആൾ വിശ്വസിക്കില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് ഒരു പെൺകുട്ടിക്ക് അവളുടെ ഗർഭം അലസിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് നിയമം വന്നപ്പോൾ അത് വ്യഭിചാരത്തിന് ലൈസൻസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യൻ പള്ളിയിലും മുസ്ലിം പള്ളിയിലും ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ പറയാണ് ഹിന്ദു മതമൗലികവാദം, ഹിന്ദു സ്ത്രീ 10 പ്രസവിക്കണം. കാരണം ആണുങ്ങൾ പ്രസവിക്കണ്ടല്ലോ. സ്ത്രീ വിരുദ്ധാണിത്. ശൈശവ വിവാഹം പോലെ ഏർപ്പാടാണ് കുട്ടികളധികം വേണമെന്ന് പറയുന്നത്. കാരണം 10-12 വയസ്സുള്ള സമയത്ത് കെട്ടിച്ചാൽ പെണ്ണുങ്ങളെ പിന്നെ ഒന്നിനും പറ്റില്ല. പിന്നെ 8-10 പെണ്ണുങ്ങൾ മക്കളുണ്ടായാലും പെണ്ണുങ്ങൾ ഒരു പണിക്കും പോകില്ല. വിദ്യ അഭ്യസിക്കാനോ സിനിമ ഉണ്ടാക്കാനോ സിനിമയിൽ അഭിനയിക്കാനോ ഇലക്ഷൻ മത്സരിക്കാനോ ശാസ്ത്രത്തിൽ ഗവേഷണം നടത്താനോ അധ്യാപനത്തിനോ ബാങ്ക് ജോലിക്കോ ഒന്നിനും പോവില്ല. ജോലിക്ക് കാരണം ഇവിടെ സാമ്പത്തികമായി സ്വാശ്രയത്വത്തിന് വരാതെ ഇൻഡിപെൻഡൻ്റ് ആവാൻ സമ്മതിക്കാതെ ഡിപ്പെൻഡൻ്റ് ആക്കുക, സാമ്പത്തികമായി ഭർത്താവിൻ്റെ അടിമയാക്കി നിർത്തുക. കാരണം എവിടെയും പോകരുത്, സ്വാതന്ത്ര്യം പാടില്ല, സ്വാശ്രയത്വം പാടില്ല. ഇതാണ് ഇതിൻ്റെ ഒക്കെ കാര്യം. അപ്പോൾ സന്താന നിയന്ത്രണത്തെ ഇവിടെ വല്ലവരും എതിർത്തു. ഇപ്പം എല്ലാവർക്കും അനുകൂലമാണല്ലോ, പലരും പറയുന്നുണ്ട് വല്ലു. ഇപ്പോൾ പുതുതായിട്ട് ഹിന്ദു മതമനുവാദം പറയാണ് ഇവിടെ മുസ്ലിങ്ങൾ 4 കെട്ടിയിട്ടൊക്കെ സന്താനോത്പാദനം നടത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ കാരണം ഒരു പ്രശ്നമില്ല, ഈ ആണിനൊരിക്കലും പ്രസവിക്കേണ്ടി വരില്ലല്ലോ. ഇനിയിപ്പോൾ അത് കുറച്ചു കാലം കഴിഞ്ഞാൽ വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ശാസ്ത്രം എങ്ങോട്ടാ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടം നോക്കല്ല, എന്താണ് ശാസ്ത്രീയമായി യുക്തിഭദ്രമായി ജനാധിപത്യപരമായി മനുഷ്യജീവിയുടെ അന്തസ്സ് എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ അപ്പോഴും ഒരു ഭരണഘടനാപരമായ പരിമിതി അതിലും. ഇപ്പം സബ്ജക്ട് ടു മൊറാലിറ്റി, ഹെൽത്ത്, പബ്ലിക് ഓർഡർ ആൻഡ് ടു ഓൾ അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട് എന്നാണ് ഭരണഘടന മതസ്വാതന്ത്ര്യത്തിന് വെച്ചിരിക്കുന്ന നിയന്ത്രണം. അത് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒബ്ജക്ഷനാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്നതിൽ ഇപ്പം കൃപാസനം പത്തനം കൊണ്ട് തലപൊതിഞ്ഞാൽ തലവേദന മാറുമെന്ന് എൻ്റെ വിശ്വാസം ഒരു വ്യക്തിനിഷ്ഠമായ കാര്യമായിരിക്കുകയും
അത് സമൂഹത്തിൽ മറ്റാരെയും സ്വാധീനിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഒരു സർക്കാരിന് അതിൽ ഇടപെടുന്നതിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിൽ ഇടപെടുന്നതിൽ ഭരണഘടനാപരമായി തന്നെ ഒരു പരിമിതി ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഒരു പരിമിതിയില്ല. കാരണം നിങ്ങൾ കൃപാസനം കൊണ്ട് തല പൊതിഞ്ഞാൽ ക്യാൻസർ മാറും എന്ന് പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ പറയുന്നത് അന്യായമാണ് എന്ന് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. വേറൊന്ന്, നിങ്ങളുടെ കുഞ്ഞിന് 5 or 8 വയസ്സുള്ള കുഞ്ഞിന് ക്യാൻസർ വന്നു. അപ്പോൾ അവനെ ചികിത്സിക്കാതെ നിങ്ങൾ കൃപാസനം പൊതിയാൻ പോവുകയാണെങ്കിൽ അതൊരു ക്രിമിനൽ ആക്റ്റാണ്. അത് ചെറിയ കാര്യമല്ല. അതേപോലെ ഒരാളിപ്പോ പെന്തക്കോസ്റ്റിൽ അവർ പറയാണ് ചികിത്സിക്കേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിച്ചാൽ മതി. ക്രിമിനൽ കുറ്റാണ്. ഇപ്പോൾ ഞാൻ പെന്തക്കോസ്റ്റുകാരനാണെങ്കിൽ എൻ്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുമ്പോൾ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് ക്രിമിനൽ കുറ്റമായി തീരും. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു രംഗം, കേരളത്തിൻ്റെ വോളിബോൾ പ്ലേയേഴ്സിൻ്റെ കൂട്ടത്തിൽ വളരെ മിടുക്കിയായിരുന്നൊരു പെൺകുട്ടിയാണ് സൂസൻ മേബിൾ തോമസ്. നിങ്ങൾ കേട്ടോ എനിക്കറിയില്ല. സൂസൻ മേബിൾ തോമസ്. അവൾക്ക് സുഖമില്ലാതെ ആയിട്ട് അവളുടെ വീട്ടുകാർ അപ്പനും അമ്മയും ബാക്കിയുള്ളവരും ചുറ്റും നിന്ന് പ്രാർത്ഥിച്ച് അവൾ മരിച്ചുപോയി. അപ്പം ഇതൊരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇവിടെ ഇപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ധാരാളമുള്ള രോഗമാണ് വസൂരി, വേറൊന്ന് കോളറ. അപ്പം എന്താ ചെയ്യുക, വസൂരി അമ്മ വിളയാട്ടാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാരശ്ശേരിയിൽ ഹിന്ദു ക്ഷേത്രത്തിൽ കോമരന്നുള്ളിക്കും. കോമരന്നുള്ളി വസൂരി പോവോ? ഇല്ല. മുസ്ലിങ്ങൾ പള്ളിയിൽ നിന്ന് ഒരു ഗ്യാസ് ലൈറ്റും പിടിച്ചിറങ്ങിയിട്ട് നടപ്പുമോരും നടക്കും. ഒരു കീർത്തനങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ നടക്കുക. ഇത് പിന്നെ കീറി വെക്കാൻ ആള് വരുമ്പോൾ വലിയ പ്രശ്നം. ഞാൻ കുട്ടിക്കാലത്ത് അനുഭവിച്ചാ വസൂരി കീറി വെക്കാൻ ആള് വരുമ്പോൾ അത് വലിയ അന്യായമാണെന്ന് ഇവിടെ ഒരു പറഞ്ഞിരുന്നു. ഇപ്പം ആരും പറയുന്നില്ലല്ലോ. ഉണ്ടോ? അപ്പൊ നിങ്ങൾ വസൂരിക്ക് ചികിത്സിക്കുന്നില്ല എന്ന് വെച്ചാൽ എന്നെ ബാധിക്കുന്നേ. അത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമൊന്നും അല്ല. നിങ്ങളുടെ അയൽവക്കത്താണ് ഞാൻ താമസം, നിങ്ങളുടെ വീട്ടിൽ വസൂരി വന്നു, നിങ്ങൾ കോമരം തുള്ളിക്കുകയാണ്, അല്ലെ നടപ്പോലും നടത്തുകയാണ്, അല്ലെ നിങ്ങൾ പെന്തക്കോസ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ചികിത്സിക്കുന്നത്, എന്നെ ബാധിക്കും. ഇത്തരം അനവധി സാംക്രമിക രോഗങ്ങളുണ്ട്. നിങ്ങൾ അന്ധവിശ്വാസം, അനാചാരം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമാണ്, കുടുംബപരമാണെന്ന് പറഞ്ഞാൽ വലിയ അന്യായം. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ലോകത്ത്, നിങ്ങളുടെ കുടുംബമുണ്ട്, തൊട്ടപ്പുറത്ത് വേറെ കുടുംബമുണ്ട്. അതിപ്പോൾ നിങ്ങളെ പെന്തക്കോസ്ത് തന്നെയാണ്, അല്ലെങ്കിൽ വേറെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസമുള്ള കൂട്ടത്തിലാണ്. എല്ലാവർക്കും ഉണ്ട് അന്ധവിശ്വാസം. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനിക്കും ഹിന്ദുക്കൾക്കും ഒക്കെ ഉണ്ട്. 13 എന്നുള്ളത് ഒരു ചീത്ത നമ്പറാന്നുള്ളത് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ എല്ലായിടത്തുള്ള ഒരു അന്ധവിശ്വാസം. ഉദാഹരണം പറയാം, ഇവിടെ മാത്രമുള്ളതൊന്നല്ല ഇത്. അതിലിപ്പം രാഹുകാലം, ഗുളികകാലം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ? അല്ലെങ്കിൽ ശകുനം, നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഒരു കറുത്ത പൂച്ച നമ്മുടെ വഴിയുടെ മുകളിലൂടെ ചാടി, അല്ലെങ്കിൽ ഇറങ്ങാൻ നേരത്ത് ഒരു വേശ്യയെ കണ്ടു, അത് നല്ല ലക്ഷണമാണ്. അല്ല, ഒരു ശവം കണ്ടു, മനസ്സിലായി? ഇങ്ങനെ എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ. അപ്പൊ അന്ധവിശ്വാസങ്ങളെതിരായിട്ട് പൊരുതുക എന്നുള്ളത് മനുഷ്യന്റെ അന്തസ്സിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. മനുഷ്യന്റെ അന്തസ്സാണ് പ്രശ്നം. നിങ്ങൾ ഏത് മതത്തിന്റെ പേരിൽ, ഏത് പ്രവാചകന്റെ പേരിൽ, ഏത് വേദഗ്രന്ഥത്തിന്റെ പേരിൽ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഒരുപാട് അന്യായങ്ങൾ ഇതിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാം, കട്ടവന്റെ കൈവെട്ടണം എന്ന് ഖുർആനിലുണ്ട്. നല്ല നിയമമാണോ? അല്ല. നമ്മൾ പറയണ്ടേ കട്ടവന്റെ കൈ കാരണം എന്തൊരു അന്യായമാണെന്ന്. ഒരാൾ കട്ടു, അത് അന്ന് തന്നെ 2ാം ഖലീഫ ഉമർ അത് പരിഷ്കരിച്ചു. വിശപ്പ് കൊണ്ടാ കട്ടെങ്കിൽ കൈവെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വെട്ടിയില്ല. ഇപ്പൊ ഇസ്ലാമിക് ശരീരത്തിൽ ഇതുണ്ട്, വിശപ്പ് കൊണ്ടാ കട്ടെങ്കിൽ കൈവെട്ടില്ല. വിശപ്പ് കൊണ്ട് കട്ടിട്ടാണ് നമ്മൾ 5 കൊല്ലം മുമ്പ് മധുവിനെ തല്ലിക്കൊന്നത് കേരളത്തില്, ഒരു ആദിവാസി ചെറുപ്പക്കാരനെ, അല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോ എപ്പോഴും ഈ തരത്തിലുള്ള മനുഷ്യന്റെ അന്തസ്സാ പ്രശ്നം. മധു എന്ന് പറയുന്ന ഒരു മനുഷ്യജീവിയാണ്. പിന്നെ ഏത് ജീവിയാണെങ്കിലും ഇപ്പൊ ഒരു പശുവാണെന്ന് വിചാരിക്കുക, മധു എന്ന് പേരിൽ ഒരു പശു ഉണ്ടെന്ന് വിചാരിക്കുക, അതിനും വിശക്കുമല്ലോ. അപ്പൊ ഈ ഭൂരിപക്ഷത്തിന്റെ ഈ ഇപ്പൊ അന്ന് അവിടുത്തെ ഇംഗ്ലീഷ് പറയും മോബോക്രസി, ആൾക്കൂട്ടത്തിന്റെ ഭ്രാന്ത്, ആൾക്കൂട്ടത്തിന്റെ ആധിപത്യം. അവർ 5-8 ആൾ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഇയാളെ പിടിച്ച് കെട്ടി തല്ലി കൊല്ലുമ്പോൾ അത് വീഡിയോ എടുത്ത് അവർ പ്രചരിപ്പിച്ചിട്ട് നമ്മൾ വിവരം അറിഞ്ഞു. അവരുടെ മാനസികമായ അതിൻ്റെ ആ പരപീഡാരതി, സാഡിസം, ക്രൂരവിനോദത്തിൽ ആലോചിച്ച് നോക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊന്നും ഈ മതത്തിന്റെ പേരിലോ വിശ്വാസത്തിന്റെ പേരിലോ ആചാരത്തിന്റെ പേരിലോ നിങ്ങൾക്ക് അശാസ്ത്രീയമായ കാര്യങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ്, ഇതേ ഭരണഘടന നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികമായ അവകാശങ്ങൾ തന്ന കൂട്ടത്തിൽ മൗലികമായ ചുമതലകൾ തന്നിട്ടുണ്ട്. എന്താണത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അതിലൊന്നെന്താന്ന്, ശാസ്ത്രീയ ബോധം, യുക്തിചിന്ത പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് ചുമതലയുണ്ട്. ഇന്ത്യൻ പൗരനാണ് നിങ്ങളെങ്കിൽ ശാസ്ത്രീയം. അപ്പോ എങ്ങനെയാ മഴ പെയ്യുന്നത്? അത് ഇങ്ങനെ നീരാവി ഉയർന്ന് ഘനീഭവിച്ച് തണുത്ത് മഴ പെയ്യാണ് ശാസ്ത്രം. അത് ദേവേന്ദ്രനാണ് എന്ന് കഥയുണ്ട്. പിന്നെ മുസ്ലിങ്ങൾ പറയുന്നുണ്ട് അത് മീക്കായിൽ എന്നുള്ള മലക്കാണ് മഴ പെയ്യിക്കുന്നത്. അപ്പൊ അതൊരാൾ പറഞ്ഞോട്ടെ, പക്ഷേ മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് കുട്ടികളെ പഠിപ്പിക്കണം. കാരണം അത് ശാസ്ത്രബോധം, യുക്തിചിന്ത, കാര്യകാരണ ബന്ധം. അതിപ്പോ
എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നത് ബുദ്ധനാണ്, ഇന്ത്യയിലാണ് സംസാരിക്കുന്നത് 2500 കൊല്ലം മുമ്പ്. കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ട്, കാരണമുണ്ടെങ്കിൽ കാര്യമുണ്ടാവും. കാര്യകാരണ ബന്ധമാണ് ലോകത്തെ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു രീതിശാസ്ത്രം, ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പറയണം. അതിപ്പോൾ ഇവരുടെ പൗരാവകാശം വിട്ടുകൊടുക്കാൻ പറ്റുമൊന്നുമില്ല. മാഷിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, കേരളം ഒരു കർഷക സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൻ്റെ വികസനത്തിൽ കൃഷിക്ക് മതിയായ പ്രയോറിറ്റി കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ എക്കണോമീനെ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 64 മുതൽ 66% വരെ വരുന്നത് സേവന മേഖലകളിൽ നിന്നാണ്. 24 മുതൽ 25% വരെ കേരളത്തിൻ്റെ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മാനുഫാക്ചറിങ് സെക്ടറാണ്. 10 മുതൽ 11% കൃഷിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ കാലത്തെ ഗവേണൻസിൻ്റെ മാനദണ്ഡങ്ങളിൽ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംവർഗങ്ങളിൽ സ്വാഭാവികമായും ഈ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും നമ്മുടെ നയങ്ങളിൽ ഇതിന് സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യുക. ഇപ്പോൾ കേരളത്തിന് നമുക്ക് ഇനിയും ഒരു കർഷക സമൂഹം എന്ന നിലയിൽ വിലയിരുത്താനും ആ തരത്തിലൊരു നയരൂപീകരണത്തിനും സാധ്യതയുണ്ടെന്ന് മാഷ് കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ ജോലി ചെയ്യുന്ന ആളുകൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ സമൃദ്ധിയുടെ പ്രധാന കാര്യം അതാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നെൽകൃഷി, വാഴക്കൃഷി, റബ്ബർ, നാണ്യവിളകൾ, കുരുമുളക്, ഇത് മുഴുവൻ പിൻവാങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ഏറ്റവും കഷ്ടമായ അവസ്ഥ അനുഭവിക്കുന്ന ആരാ? കർഷകനാണ്. 2500 കർഷകർ ആത്മഹത്യ ചെയ്ത ജില്ലയുടെ പേരാണ് വയനാട്. വയനാട് എന്ന് പറഞ്ഞാൽ വയൽനാടാണല്ലോ. ഒരു കൃഷിയുടെ കാര്യം പറയാം. അവിടെ ഇപ്പോൾ പരിസ്ഥിതി ദുർബല പ്രദേശമാണ് എന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ എവിടെയൊക്കെ പറഞ്ഞു, അവിടെ ഒന്നും ഒരു ശ്രദ്ധ ഉണ്ടായിട്ടില്ല. അവിടെ നിങ്ങൾക്ക് കൃഷി ചെയ്യാവുന്ന സ്ഥലമുണ്ട്, ബിൽഡിംഗ് ഉണ്ടാക്കാവുന്നതുണ്ട്, ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടില്ലാത്തതുണ്ട്, പാലം പണിയാവുന്നതുണ്ട്, പാലം പണിയാൻ പാടില്ലാത്തതുണ്ട്. അതിൻ്റെ ദുരന്തം നമ്മൾ പലയിടത്ത് കണ്ടില്ലേ. ഒരു ഉദാഹരണമാണ് വയനാട്. അപ്പോൾ ഹൈ റേഞ്ചിലോ ഇടുക്കിയിലോ മറ്റ് അട്ടപ്പാടിയിലോ ഒക്കെ ഈ തരത്തിൽ നമ്മൾ മണ്ണിനെ ശ്രദ്ധിക്കുന്നില്ല. അപ്പം അതിൽ ഏറ്റവും വലിയ എനിക്കിതിൽ ഏറ്റവും അധികം പറയാനുള്ളത് ഈ കൃഷിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെയൊക്കെ വരുന്ന ഒരു സംഗതി കോറികളാണ്. ഇപ്പോൾ ഈ കാരശ്ശേരി പഞ്ചായത്തിൽ, അല്ലെ തൊട്ടപ്പുറത്ത് മുക്കം മുനിസിപ്പാലിറ്റിയിൽ, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കൊടിയത്തൂർ പഞ്ചായത്തിൽ, എല്ലാ കേരളത്തിൽ 1000-ഓളം പഞ്ചായത്തുണ്ട്. അവിടെയൊക്കെ സാമാന്യമായി, ഞാൻ എല്ലാം കണക്കെടുത്ത് പറയില്ല, ഉണ്ടാവും എന്ന് ഉറപ്പുള്ളത് കോറിയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? മല ഇടിക്കുക, പാറ പൊട്ടിക്കുക, മണൽ വാരുക, അല്ലേ? ഇതൊക്കെ കൃഷിയെ ബാധിക്കും. ഇന്റർലോക്കിന്റെ അപകടം എന്താണ് എന്ന് കേരളീയർ സാമാന്യമായി മനസ്സിലാക്കിയിട്ടില്ല. മണൽ വാരലിൻ്റെ അതൊക്കെ ഭൂപ്രകൃതി രക്ഷിച്ചിട്ടുണ്ടല്ലോ കൃഷി ഉണ്ടാക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ കൃഷി ഇവിടെ ഇപ്പം അടുത്ത കാലം വരെ വലിയ കൃഷിയായിരുന്നു റബ്ബർ. അത് തിന്നാൻ പറ്റില്ലല്ലോ. റബ്ബറിന് ലാഭം ഉണ്ടാവും, തിന്നാൻ പറ്റില്ല. പക്ഷേ തിന്നാൻ പറ്റുന്ന ഒരു സാധനം അതൊക്കെ നിങ്ങൾക്ക് സേലത്ത് നിന്ന് വരണം, അല്ലെ കോയമ്പത്തൂരിൽ നിന്ന് വരണം, വേണ്ടേ? മുക്കത്ത് ഞാൻ വാങ്ങുന്ന വെള്ളേരി സേലത്തുണ്ടായതാണ്. അപ്പം സേലത്ത് അത് നടക്കും. ഇവിടെ ഒന്നും വേണ്ട. സജി ചെറിയാൻ എന്ന് പറയുന്ന നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രസംഗിച്ചാണ് നമുക്കെന്തിനാ കൃഷി, തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയാൽ പോരെ. ഇതാണ് കാഴ്ചപ്പാട്. അദ്ദേഹം കൾച്ചറിൻ്റെ മിനിസ്റ്ററാ. അഗ്രികൾച്ചർ ഉണ്ടായിട്ടാണ് കൾച്ചർ ഉണ്ടാവുന്നത്, അല്ലേ? കൃഷി ഉണ്ടായതിനു ശേഷമല്ലേ സംസ്കാരം ഉണ്ടാവുന്നത്. കാരണം സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഇവിടെ കൃഷിക്ക് യാതൊരു പരിഗണനയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് സജി ചെറിയാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ ഓർക്കുന്നില്ലേ? അത് എന്തൊരു നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. തമിഴ്നാട്ടിൽ പോയി ഇങ്ങനെ പറയാൻ പറ്റുമോ? അത് കേരളത്തിൽ പറയാം. കേരളത്തിൽ ആർക്കും ഒരു വിഷയമല്ല. ഇവിടെ നമ്മൾ അമേരിക്കയിൽ പോകുന്നു, അല്ലെ ബെർലിനിൽ പോകുന്നു, അല്ലെ ദുബായി പോകുന്നു. അപ്പോൾ എന്താണ് സൗദി അറേബ്യയിൽ അപ്പോൾ കാശ് വരുന്നത് എന്താ? ആദ്യം ഒരു പറമ്പ് വാങ്ങി ഒരു കൊട്ടാരം പണിയുക. എന്നിട്ട് ഇത് ഇന്നാരുടെ കൊട്ടാരമാണ്, ഇന്നാരുടെ വീടാണ്. വെറുതെ കിടക്കുന്ന കെട്ടിടങ്ങൾ ലക്ഷക്കണക്കിനുണ്ട് കേരളത്തിൽ, ഇല്ലേ? ആരും താമസമല്ലാതെ. അവിടെ ഒരു പ്രശ്നം എന്താ ഞാൻ കാണുന്നത്? ആ കെട്ടിടം വെറുതെ കിടക്കുന്നില്ല, അവിടെയൊക്കെ കൃഷി തടസ്സപ്പെട്ടു. അപ്പം അങ്ങനെ കൃഷി നഗരത്തിനെതിരായിട്ടാണല്ലോ VS അച്യുതാനന്ദൻ്റെ സമരം ഉണ്ടായിരുന്നത്. കോഴിക്കോട് നിങ്ങൾ ചെല്ലുക, കോഴിക്കോട് നഗരത്തിൽ കണ്ടംകുളം, വിലാത്തിക്കുളം, ചക്കോരത്തുകുളം, ആനക്കുളം എന്ന് പറഞ്ഞാൽ എത്രയോ കുളത്തിൻ്റെ പേര് നിങ്ങൾ കേൾക്കും. അവിടെ മിക്കയിടത്തും കുളമില്ല. മുതലക്കുളത്തിൽ കുളമില്ല. കോഴിക്കോട് നഗരത്തിന് ചുറ്റും അതൊക്കെ കുളമായിരുന്നു. ഇപ്പം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പോലും ഈ മിക്ക കുളങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏത് കുളമുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങോട്ട് തിരിഞ്ഞാലും കുളം എന്നാ കേൾക്കുക. അവിടെ ഇപ്പോൾ തളിക്കുളം അവിടെ ഉണ്ട്. അത് തളിക്കുളം ഉള്ളത് പ്രധാനമായിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അമ്പലമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ടാണ്. ഇങ്ങനെ കളിക്കാൻ പറ്റില്ല. അതുപോലെ കുറ്റിച്ചിറയിൽ കുറ്റിച്ചിറ ഉണ്ടോ? കുറ്റിച്ചിറ ചിറയത് അവിടെ ആ വലിയൊരു കുളമുണ്ട്, കുറ്റിച്ചിറ. അല്ലാതെ എല്ലാ കുളങ്ങളും നികത്തി ജലസ്രോതസ് ഇങ്ങനെ കുളങ്ങൾ നികത്താൻ ഒരു ക്രിമിനൽ കുറ്റമല്ലേ? 1930കളിൽ കോഴിക്കോട് മുനിസിപ്പാലിറ്റി കണ്ടംകുളം നികത്താൻ തീരുമാനിച്ചപ്പോൾ അതിനെ എതിർത്തത് മുഹമ്മദ് അബ്ദുറഹിമാനാ. ഞാൻ പഠിക്കലോട് കണ്ടംകുളം ഉണ്ട്.
ഇപ്പോൾ കണ്ടംകുളം സ്റ്റോപ്പിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. അതായത് മണ്ണിനെ രക്ഷിക്കുക, വെള്ളം സംരക്ഷിക്കുക, പാറയും മലയൊക്കെ അവിടെ നിർത്തുക, എന്നിട്ട് വേണം നമുക്ക് കൃഷിയെപ്പറ്റി ആലോചിക്കാൻ. ഇപ്പോൾ നമ്മളിത് നമുക്ക് പൈസ ഉള്ളതുകൊണ്ട് ഇത് അറിയില്ല. റബ്ബർ തിന്നാൻ പറ്റില്ല എന്നറിയില്ല. എന്താ കാരണം? നമുക്ക് അരി വരാനുണ്ട്, വത്തക്ക വരാനുണ്ട്, കക്കിരി വരാനുണ്ട്. ഇത് നമ്മുടെ കാശുള്ളതുകൊണ്ട് ഇത് പുറത്തുനിന്ന് വരികയാണ്, നമ്മളിത് ഉണ്ടാക്കുന്നില്ല, നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ ഇപ്പോൾ പണ്ടേ എങ്ങനെയാണ്, അതായത് 57 മിനിസ്ട്രിയിൽ അന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് KC ജോർജ്. അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ആരോപണം, അന്ന് ആന്ധ്രയിൽ നിന്ന് അരി വരുന്നുണ്ട്, അതിൽ കുംഭകോണം നടത്തിയെന്ന്. ആരും അറിയാതെ, ആരോടും പറയാതെ ആന്ധ്രയിൽ കച്ചവടം ചെയ്ത ജോർജ് എന്ന് പറഞ്ഞ് വിമോചന സമരകാലത്ത് പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ 59 പാട്ടാണ് ഞാൻ പറഞ്ഞത്. അന്നേ അരി വരികയാണ്, ബംഗാളിൽ നിന്ന് അരി വന്നിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത്ര അരി ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഭൂപരിഷ്കരണത്തോടു കൂടി, അതായത് 1970 ജനുവരി 1-ാം തീയതി കേരള ഗവൺമെൻറ് വിജ്ഞാപനം വന്നു. എന്ത്? കേരളത്തിൽ ഭൂപരിഷ്കരണം പൂർത്തിയായി. ഇപ്പോൾ 55 കൊല്ലമായി, അരനൂറ്റാണ്ട് കഴിഞ്ഞു. അപ്പോൾ ഭൂപരിഷ്കരണം കൊണ്ടുണ്ടായ പ്രധാനപ്പെട്ട കാര്യം, അടിസ്ഥാനപരമായി നമ്മുടെ കാർഷിക മേഖല തകർന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് തേങ്ങ. കാരണം കേരളത്തിൻ്റെ, ഇപ്പം ചിലർ പറയുന്നത് കേരളം എന്നുള്ള പേര് തന്നെ അത് കേരളവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന്. അങ്ങനെയല്ല, ചേരളം കേരളമായതാണെന്നാണ് MGS നാരായണനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ട്. ഇരിക്കട്ടെ, ഏതായാലും തെങ്ങാണല്ലോ. ഇപ്പോൾ നമ്മുടെ ഒരു പ്രതീകം തെങ്ങാണ്. ആസാം പണിക്കാരിൽ വൈലോപ്പള്ളി പറയുന്നുണ്ട്, ഓരോ തെങ്ങ് കാണുമ്പോഴും ഞങ്ങൾ കേരളത്തെ ഓർമ്മിച്ചു എന്നാണ്. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റേഷനറി പീടികയിൽ കേരളത്തിൽ എത്ര സ്ഥലത്ത് ഇളനീര് വാങ്ങാൻ കിട്ടും? അത് കിട്ടുന്നതുണ്ട്, കിട്ടാത്ത എത്രയോ സ്ഥലമുണ്ട്. അവിടെയൊക്കെ കിട്ടുന്ന ഉറപ്പുള്ളതെന്നാണ് കൊക്കോക്കോലയാണ്, പെപ്സിക്കോലയാണ്, പിന്നെ തംസപ്പാണ്, പിന്നെ വേറെ എന്തൊക്കെയോ അത്തരം. അപ്പോൾ ഇളനീര് ഇവിടുത്തെ ഒരു പാനീയമാണ് എന്ന് വന്നാൽ തെങ്ങ് കൃഷിക്കാരൻ രക്ഷപ്പെടും അല്ലേ? ഇല്ലെങ്കിൽ കൊപ്ര ആട്ടി വെളിച്ചെണ്ണ, അങ്ങനെ ഇപ്പോൾ നമ്മുടെ എല്ലാ തരത്തിലും നമുക്ക് വേണ്ടപ്പെട്ട ഒരു മരമാണ് തെങ്ങ്. തെങ്ങ് ചതിക്കില്ല എന്നൊരു കഥയുണ്ട് മലയാളത്തിൽ. തെങ്ങ് ഒരു വ്യക്തിയാണെന്ന് അംഗീകരിക്കുന്ന മാതിരി അത്. ആ തെങ്ങ് കൃഷി എത്ര ദുർബലപ്പെട്ടു പോയി. ഇപ്പോൾ തെങ്ങിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ, ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ ആർക്കിപ്പോൾ അതിൻ്റെ വിറകൊന്നും വേണ്ട, അതിൻ്റെ ഓലയൊന്നും വേണ്ട. ഇപ്പോൾ ഞങ്ങളെ കുട്ടിക്കാലത്താണെങ്കിൽ അതിൻ്റെ ഓല കൊണ്ടാണ് വീട് മേയുക. ഇന്നിപ്പം കാരണമൊക്കെ കോൺക്രീറ്റ് കെട്ടിടങ്ങളായിപ്പോയി. അങ്ങനെ നിങ്ങൾ ഏത് ഇതിലേക്ക്, ഇപ്പോൾ കാപ്പി അല്ലെ ചായ, ഒക്കെ ഇപ്പം വയനാട്ടിലെ ചായത്തോട്ടങ്ങൾ, അല്ലെങ്കിൽ മൂന്നാറിലോ ഇടുക്കിയിലൊക്കെ ഉള്ള ചായത്തോട്ടങ്ങൾ, കാപ്പിത്തോട്ടങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ ഇത് ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ അത് ഇറക്കുമതി ചെയ്യാതെ ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കണം എന്ന് വിചാരിക്കുന്ന നമ്മുടെ ഒരു ആത്മാഭിമാനത്തിൻ്റെയും നമ്മുടെ രുചിയുടെയും ഒരു പ്രശ്നമാണ്.